പ്രിയപ്പെട്ട ഇടതുപക്ഷം ഹൃദയപക്ഷം വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങളെ, അഡ്മിൻ സുഹൃത്തുക്കളെ, ഭാരവാഹികളെ, എല്ലാവർക്കും നമസ്കാരം, അഭിവാദ്യങ്ങൾ. പ്രിയ സുഹൃത്ത് ഹരി ചെമ്മന്തട്ട, ഹരി കുന്നംകുളം ആണ്. സഖാവ് ഹരിയാണ് ഈ ഗ്രൂപ്പിലേക്ക് എന്നെ ഇന്ന് നെൽസൺ മണ്ടേല ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് ചുരുങ്ങിയ വാക്കുകൾ നിങ്ങളുമായി പങ്കിടാൻ വേണ്ടി ക്ഷണിച്ചത്. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഹരിയോടും അതുപോലെ ഗ്രൂപ്പിലെ അഡ്മിൻ സുഹൃത്തുക്കളോടും ഇതിൻ്റെ ഭാരവാഹികളോടുമെല്ലാം എൻ്റെ നന്ദി ആദ്യമേ അറിയിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗ്രൂപ്പ് വളരെ സജീവമായി സാംസ്കാരിക സംവാദം നടത്തുന്ന, ഇടതുപക്ഷ ആശയങ്ങൾക്ക് പ്രചാരണം കൂടുതൽ നൽകുന്നതിന് വേണ്ടിയുള്ള സജീവമായ നവമാധ്യമ ഇടപെടലുകൾ നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനു മുമ്പും ഈ ഗ്രൂപ്പിൻ്റെ വിവിധ പരിപാടികളുടെ പോസ്റ്ററുകൾ, അറിയിപ്പുകളൊക്കെ വിവിധ ഇടങ്ങളിൽ കണ്ടതായി ഓർക്കുന്നു. കേരളത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലുള്ള, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും വിവിധ ഭാഗങ്ങളിലുമുള്ള ഇടതുപക്ഷ സഖാക്കൾ, അതിൽ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി സഖാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കൂട്ടായ്മയിൽ സജീവ സാന്നിധ്യമാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിറന്ന നാടിൻ്റെ മോചനത്തിനും വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടത്തിനും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ വിമോചനത്തിനും വേണ്ടി ദക്ഷിണാഫ്രിക്കയിൽ പോരാട്ടം നയിച്ച, ആ പോരാട്ടങ്ങളിലൂടെ ലോകത്തിൻ്റെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റിയ, ലോക ജനതയ്ക്ക് തന്നെ ആവേശമായി മാറിയ നെൽസൺ മണ്ടേല എന്ന ഒരു ഇതിഹാസത്തെക്കുറിച്ച് ഈ ഗ്രൂപ്പിലെ ഇടതുപക്ഷ സഖാക്കൾ എന്ന നിലയ്ക്ക് ഈ ഗ്രൂപ്പിലെ മുഴുവൻ ആളുകളും വളരെയേറെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് എന്ന് തന്നെ എനിക്ക് ബോധ്യമുണ്ട്. മണ്ടേലയുടെ പോരാട്ടങ്ങൾക്ക്, വർണ്ണവിവേചനത്തിനെതിരായ ഐതിഹാസികമായ സമരങ്ങൾക്ക് അദ്ദേഹത്തിന് പ്രേരകമായത്, അദ്ദേഹത്തിന് ചാലക ശക്തിയായത് അത് മറ്റൊന്നുമല്ല, ദക്ഷിണാഫ്രിക്കയിലെ കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹവാസമായിരുന്നു എന്നത്, കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംവാദവും സമരസവുമായിരുന്നു എന്നത് അധികമൊന്നും ലോകം അടയാളപ്പെടുത്താതെ പോയ ഒരു വസ്തുതയാണ് എന്നത് നിങ്ങളേവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. 1918 ജൂലൈ 18 ജനിച്ച മണ്ടേല 2013 ഡിസംബർ 5 ഈ ലോകത്തോട് വിട പറഞ്ഞു, മരണമടഞ്ഞു. തൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ദീർഘമായ കാലയളവ്, ഏതാണ്ട് 27 വർഷത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു മണ്ടേലയ്ക്ക്, അദ്ദേഹത്തിന്റെ വിമോചന പോരാട്ടങ്ങളുടെ ഭാഗമായി എന്നൊക്കെ നമുക്കറിയാം. ദക്ഷിണാഫ്രിക്കയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടന്ന ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ വിജയിക്കുകയും അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ചെയ്തു. അദ്ദേഹം 5 വർഷത്തോളം പ്രസിഡന്റായി ഭരണം നിർവഹിച്ചു. നൊബേൽ സമ്മാന ജേതാവാണ് എന്ന വസ്തുതയെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. തൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട സംഭവമാണ് മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക്
കണ്ണെത്താൻ, അദ്ദേഹത്തിന്റെ ശ്രദ്ധയെത്താൻ കാരണമായ സാഹചര്യങ്ങളിലേക്ക് എത്തിയത്. കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട മണ്ടേലയ്ക്ക് ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ ജോഹന്നാസ്ബർഗിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കേണ്ടി വരികയുണ്ടായി. അവിടെ ജോലി ചെയ്യുന്നതിനിടയിലാണ് കറുത്ത വർഗക്കാരോടുള്ള ദക്ഷിണാഫ്രിക്കയിലെ അതിക്രൂരമായ വിവേചനം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും കറുത്ത വർഗക്കാരോടുള്ള വിവേചനത്തിനെതിരായി പോരാട്ടം നയിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ടാവുകയും ചെയ്തത്. അദ്ദേഹം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന വിഭാഗം രൂപീകരിച്ചു. യൂത്ത് ലീഗ് എന്ന പേരിൽ യുവജന വിഭാഗം രൂപീകരിച്ച് വർണ്ണവിവേചനത്തിനെതിരായി ശക്തമായ പോരാട്ടം അദ്ദേഹം ആരംഭിച്ചു. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടം നയിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടം നയിച്ച മണ്ടേലയെ ഒരു വിഭാഗം ആളുകൾ അന്നേ ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നാണ്. പോരാട്ടങ്ങളുടെ ഭാഗമായി ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് മണ്ടേലയ്ക്കെതിരെ സർക്കാർ തീവ്രവാദി എന്ന് മുദ്രകുത്തുകയും അദ്ദേഹത്തെ നിയമ നടപടിക്ക് വിധേയമായി 27 വർഷത്തോളം ജയിലിലടക്കുകയും ചെയ്തു. ജയിൽവാസ കാലയളവിലാണ് അദ്ദേഹത്തിന്റെ മാതാവിനെയും അതുപോലെ മകന്റെയും മരണം സംഭവിക്കുന്നത്. അവരുടെ ശവസംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ ഭരണകൂടം അദ്ദേഹത്തെ അനുവദിച്ചില്ല. പിന്നീട് നിരവധി ഉപാധികളോടെ അദ്ദേഹത്തെ വിട്ടയക്കാമെന്ന് ഭരണകൂടം വാഗ്ദാനം ചെയ്തുവെങ്കിലും അതെല്ലാം നിരസിച്ചുകൊണ്ട് അദ്ദേഹം ജയിൽവാസം തുടരുകയാണ് ഉണ്ടായത്. നെൽസൺ മണ്ടേലയുടെ ജയിൽ മോചനത്തിനായി രാജ്യവ്യാപകമായി മുറവിളികൾ, പ്രക്ഷോഭങ്ങൾ, സമരങ്ങളെല്ലാം ഉയർന്നു. അവസാനം ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് 1990 മണ്ടേലയെ മോചിപ്പിക്കാൻ സർക്കാരിന് തയ്യാറാകേണ്ടി വന്നു. പിന്നീട് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം, ഇന്ത്യ ഗവൺമെന്റ് നൽകിയ ഭാരതരത്നം പുരസ്കാരം ഉൾപ്പെടെ 260ഓളം പുരസ്കാരങ്ങൾ ഈ മഹാപ്രതിഭയെ തേടി എത്തി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നെൽസൺ മണ്ടേലയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെറിയ ഒരു വിവരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള സംഭാഷണം നടത്തി ഒരു പരിചയക്കുറവ് എനിക്കുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. എൻ്റെ ഈ ചെറിയ വാക്കുകളിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, തുടർന്ന് നിങ്ങളുടെ ചർച്ച ഒക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളിലൂടെ ഈ ഒരു മണ്ടേല ദിനത്തെ കൂടുതൽ സാർത്ഥകമാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് തൽക്കാലം വിരാമമിടട്ടെ. നിങ്ങളുടെ ചർച്ചകൾക്ക് ശേഷം കൂടുതലായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ കൂടി പങ്കെടുക്കാമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയരെ, അഭിവാദ്യങ്ങൾ.